എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം. സുധന്വാ ഖണ്ഡ പരശുഹു ദാരുണോ ദ്രവിണപ്രദഃ ദിവസ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിര യോനിചഃ. ഭഗവാന്റെ 567 നാമം സുധന്വാ. 568 ഖണ്ഡ പരശുഹു. 569 ദാരുണഃ. 570 ദ്രവിണപ്രദഃ. 571 ദിവസ്പൃക്. 572 സർവദൃഗ്വ്യാസഃ. 573 വാചസ്പതി അയോനിചഃ. വാചസ്പതിഃ അയോനിചഃ. അപ്പോൾ 567 നാമമായി കാണുന്നത് സുധന്വ, ശ്രേഷ്ഠമായ ശാർങ്ങമെന്ന ധനുസ് കയ്യിലേന്തിയവൻ എന്നർത്ഥം. 568 ഖണ്ഡ പരശുഹു, അതായത് ശത്രുക്കളെ ഖണ്ഡനം ചെയ്യുന്ന പരശു ആയുധമാക്കിയിട്ടുള്ള പരശുരാമ സ്വരൂപനായി അവതരിച്ചവൻ എന്നർത്ഥം. 569 ദാരുണഃ, ദുർമാർഗികൾക്ക് അധർമ്മികളെ നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവൻ എന്നർത്ഥം. 570 ദ്രവിണപ്രദഃ, അതായത് ഭക്തന്മാർക്ക് ധാരാളമായ ധനം പ്രദാനം ചെയ്യുന്നവൻ. ഉദാഹരണത്തിന് നമുക്ക് കുചേലനെ തന്നെ നോക്കാം. ഭഗവാനിൽ അർപ്പിതമായ ഭക്തിയുള്ള കുചേലന് ഭഗവാൻ ധാരാളം സമ്പത്താണ് പ്രദാനം ചെയ്തത്. അങ്ങനെ ഭക്തന്മാർക്ക് ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. 571 നാമം ദിവസ്പൃക് എന്ന് വെച്ചാൽ സ്വർഗത്തെ സ്പർശിക്കുന്നവൻ എന്നർത്ഥം. ദിവസ്പൃക് എന്നാൽ സ്വർഗത്തെ സ്പർശിക്കുന്നവൻ. അതായത് ഈ 14 ലോകങ്ങളിൽ സ്വർഗലോകത്തിനു മുകളിൽ നിൽക്കുന്നതാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബ്രഹ്മലോകം ആ ഭഗവാന്റെ ശിരസായിട്ടാണ് കരുതുന്നത്. ഭഗവാന്റെ വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആ വിരാട് സ്വരൂപ രൂപമാണ് 14 ലോകങ്ങളായി കാണപ്പെടുന്നത്. അതിൽ സ്വർലോകത്തിന്റെ മുകളിൽ ഏറ്റവും ഊർധ്വലോകമായ ബ്രഹ്മലോകം ഭഗവാന്റെ ശിരസാണ്. അപ്പൊ സ്വർലോകത്തെ പോലും കടന്ന് അതിനെ സ്പർശിച്ചും കടക്കുന്ന ശരീരമുള്ളത് ഭഗവാന്റെ വിരാട് സ്വരൂപനാണ്. ഭഗവാൻ തന്നെയാണ്, വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് ആ സ്വർഗത്തെ സ്പർശിച്ചു കടന്നുകൊണ്ടുള്ള ശരീരമുള്ളത്. അതാണ് ദിവസ്പൃക് എന്ന് പറയുന്നത്. 572 സർവദൃക് വ്യാസഃ, സർവദൃക് എല്ലാം കാണുന്നവനാ ഭഗവാനാണ്. ഇനി സർവദൃക് വ്യാസഃ, സമ്പൂർണമായ ജ്ഞാനത്തെ വ്യാസം ചെയ്തവൻ അല്ലെങ്കിൽ വിസ്താരം ചെയ്തവൻ എന്നർത്ഥം. എല്ലാവർക്കും യോഗ്യമായ എല്ലാവർക്കും ആ ജ്ഞാനത്തെ അവരുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് അവരിലൂടെ ആ ഗുരുപരമ്പരകളിലൂടെ ജ്ഞാനത്തെ ശിഷ്യന്മാരിലേക്ക് കൊടുത്ത് ആ ശരിയായ ജ്ഞാനത്തെ ആ അറിവിനെ വിസ്താരം ചെയ്തവൻ, വ്യാപിപ്പിച്ചവൻ എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ വേദവ്യാസ സ്വരൂപനായവൻ എന്നും അർത്ഥമുണ്ട് സർവദൃക് വ്യാസഃ എന്ന് പറഞ്ഞാൽ. 573 വാചസ്പതിഃ അയോനിചഃ. വാചസ്പതിഃ വിദ്യയുടെ പതിയും, അയോനിച അമ്മയിൽ നിന്ന് ജന്മം സ്വീകരിക്കാത്തവനും ആയവൻ. അതായത് ഭഗവാൻ സ്വയംഭൂവാണ്. അതാണ് വിദ്യയുടെ പതിയും അറിവിന്റെ പതിയും ഒരു അമ്മയിൽ നിന്നും ജന്മം സ്വീകരിക്കാത്തവനും ആയവൻ. അങ്ങനെയുള്ള ഭഗവാനെ വാചസ്പതിഃ അയോനിചഃ എന്ന് വിളിക്കുന്നു. ത്രിസാമ, സാമഘ സാമ, നിർവാണം ഭേഷജം ഭിഷക്, സന്യാസ കൃച്ഛമ ശാന്തോ നിഷ്ഠാശാന്തി പരായണഃ. 574 നാമം ത്രിസാമ. 575 സാമകഃ. 576 സാമ. 577 നിർവാണം. 578 ഭേഷജം. 579 ഭിഷക്. 580 സന്യാസകൃത്. 581 ശമഃ. 582 ശാന്തഃ. 583 നിഷ്ഠ. 584 ശാന്തിഃ. 585 പരായണം. അപ്പോൾ ഭഗവാന്റെ 574 നാമം ത്രിസാമ. ത്രിസാമ എന്നാൽ ദേവവ്രതം എന്നു പേരുള്ള 3 സാമങ്ങൾ വഴിയായി സാമഗാനം ചെയ്യുന്നവരാൽ, സാമഗാനം ചെയ്യുക എന്ന് വെച്ചാൽ സ്തുതി പാടകർ, സ്തുതി പാടുന്നവരാൽ സ്തുതിക്കപ്പെട്ടവൻ എന്നർത്ഥം. ദേവവ്രതം എന്നു പേരുള്ള 3 സാമങ്ങൾ കൊണ്ട് ഈ വാഴ്ത്തിപ്പാടുന്നവരാൽ, സാമഗാനം ചെയ്യുന്നവരാൽ
പെടുന്നവൻ, അതായത് അവർ സ്തുതിക്കുന്നത് ആ ഭഗവാനെ തന്നെ എന്നർത്ഥം. 575 സാമഗഹ, സാമഗാനം ചെയ്യുന്നവനായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. 576 സാമ, സാമവേദത്തിന്റെ സ്വരൂപമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. 577 നിർവാണം, സകല ദുഃഖങ്ങൾ ഒടുങ്ങിയതും പരമാനന്ദ സ്വരൂപമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. അതാണ് നിർവാണം. ആ എല്ലാ ദുഃഖങ്ങളും എല്ലാം ഒടുങ്ങി പരമാനന്ദം, ആ പരമമായ ആനന്ദത്തിന്റെ സ്വരൂപമായിരിക്കുന്നവൻ. 578 ഭേഷജം, അതായത് സംസാര രോഗത്തിന് ഔഷധമായവൻ എന്നർത്ഥം. ഈ ഭൂമിയിൽ, ഈ ഭൗതിക ലോകത്ത് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും പുനരാവൃത്തിയിൽ പെട്ടുപോവുക, ആ ഒരു രോഗത്തിന്, ആ ജനന മരണമാകുന്ന രോഗത്തിന് ഔഷധമായിരിക്കുന്നത് ആ ഭഗവാനാണ്. അത് മാറാനുള്ള മരുന്നായിരിക്കുന്നത് ഭഗവാൻ. അതാണ് ഭേഷജം. 579 ഭിഷക്, അതായത് സംസാര രൂപമായ ആ രോഗത്തിൽ നിന്നും മുക്തി നേടാനുള്ള പരാവിദ്യയെ ഉപദേശിക്കുന്നവൻ ആ ഭഗവാനാണ്. അപ്പം ഈ ജനിച്ചും മരിച്ചും കർമ്മപ്രാരാബ്ദങ്ങൾ അനുഭവിക്കാൻ പല പല ശരീരങ്ങൾ എടുത്ത് ഈ ഭൂമിയിൽ വരിക എന്ന രോഗത്തിനുള്ള ഔഷധം ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഔഷധമായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഇനി ആ ഔഷധം ആ ഔഷധം നമുക്ക് കിട്ടാനുള്ള, അത് ഉപദേശിച്ചു തരുന്ന, ആ പരാവിദ്യയെ ഉപദേശിച്ചു തരുന്ന, ആ ശരിയായ ജ്ഞാനത്തെ, അറിവിനെ ഉപദേശിച്ചു തരുന്ന ഉപദേശകനായിരിക്കുന്നവും ആ ഉപദേശിച്ചു തരുന്നവനായിരിക്കുന്നവനും ആ ഭഗവാൻ തന്നെ. ഇനി 580 സന്യാസകൃത്ത്, മോക്ഷത്തിന് വേണ്ടി 4ാമത്തെ ആശ്രമമായ സന്യാസത്തെ മനുഷ്യർക്ക് നിർവചിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത് ആ ഭഗവാനാണ്. അതാണ് സന്യാസകൃത്ത്. 581 നാമം ശമഹ, എല്ലാ പ്രാണികളെയും ശമിപ്പിക്കുന്നവൻ, അതായത് പരമമായ ശാന്തിയെ നൽകുന്നവൻ എന്നർത്ഥം. 582 ശാന്തഹ, അതായത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ മുക്തമായി എല്ലാത്തിനെയും പരമമായ ആ ശാന്തിയിലെത്തിയവൻ ഭഗവാൻ. ശാന്തനാണ്, പരമമായ ശാന്തിയുള്ളവനാണ്. പരമമായ ശാന്തി തന്നെയാണ് ഭഗവാൻ. ശമഹ എന്നാൽ എല്ലാ പ്രാണികളുടെയും മനസ്സിനെ ശമിപ്പിക്കുന്നവൻ എന്നർത്ഥം. 583 നിഷ്ഠ, അതായത് പ്രളയകാലത്തിൽ എല്ലാ പ്രാണികളും ആരിലേക്കാണോ ലയിച്ചു ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഭഗവാനായിരിക്കുന്നത്. അതാണ് ഭഗവാനെ നിഷ്ഠ എന്ന് വിളിക്കുന്നത്. 584 ശാന്തിഹി, സമ്പൂർണമായ അവിദ്യയുടെ നിവൃത്തിയായ ബ്രഹ്മസ്വരൂപമായിരിക്കുന്നവൻ. അതാണ് പരമമായ ശാന്തി ആയിരിക്കുന്നത് ആ ഭഗവാനാണ്. ശാന്തി എന്നാൽ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്നവൻ. ആ പരബ്രഹ്മ സ്വരൂപം എന്ന് വെച്ചാൽ പരമമായ ശാന്തിയാണ് എന്നർത്ഥം. ഇനി 585 പരായണം എന്ന് വെച്ചാൽ പുനരാവൃത്തിയുടെ ശങ്കയില്ലാതെ, പുനരാവൃത്തിയില്ലാതെ പരമമായ സ്ഥാനത്തിലേക്ക് ആരാണോ എത്തിച്ചേരുന്നത് ആ സ്ഥാനം, പരമമായ സ്ഥാനമായിരിക്കുന്നത് ആ ഭഗവാനാണ്. അതാണ് പരായണം. ഇനി ജനന മരണ ചക്രത്തിൽ പെടാതെ നമുക്കൊക്കെ എത്തിച്ചേരാൻ, എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്ന, ആ എത്താനുള്ള പരമമായ സ്ഥാനമായിരിക്കുന്നത് ആ ഭഗവാനാണ്. അതാണ് പരായണം എന്ന നാമത്തിന് അർത്ഥം. ശുഭാംഗ, ശാന്തിദ, സൃഷ്ട, കുമുദ, കുവലേശയഃ, ഗോഹിതോ, ഗോപതിർ, ഗോപ്ത, വൃഷഭാക്ഷോ, വൃഷപ്രിയഃ. ഭഗവാന്റെ 586 നാമം ശുഭാംഗഃ. 587 ശാന്തിദഃ. 588 സൃഷ്ട. 589 കുമുദഃ. 590 കുവലേശയഃ. 591 ഗോഹിതഃ. 592 ഗോപതിഃ. 593 ഗോപ്ത. 594 വൃഷഭാക്ഷഃ. 595 വൃഷപ്രിയഃ. അപ്പോൾ 586 നാമം ശുഭാംഗഃ, ശുഭമായ സുന്ദരമായ ശരീര അവയവങ്ങൾ, അംഗങ്ങളോട് കൂടിയവൻ, അല്ലെങ്കിൽ സുന്ദരമായ ശരീരത്തെ ധരിച്ചവൻ എന്നർത്ഥം. 587 ശാന്തിദഃ, അതായത് രാഗദ്വേഷാദികളിൽ നിന്നൊക്കെ മുക്തി നേടുന്ന പരമമായ ശാന്തിയെ ദാനം ചെയ്യുന്നവൻ. അതാണ് ശാന്തിദഃ എന്ന നാമത്തിനർത്ഥം.
ഭക്തന് ആ രാഗദ്വേഷങ്ങളൊക്കെ കളഞ്ഞ് ഭക്തന്റെ മനസ്സിന് പരമമായ ശാന്തിയെ നൽകുന്നവൻ. 588 സ്രഷ്ട, എല്ലാ പ്രാണികളുടെയും സൃഷ്ടികർത്താവായിരിക്കുന്നവൻ എന്നർത്ഥം. 589 കുമുദഹ, കു എന്നാൽ ഭൂമി, അപ്പൊ കുമുദഹ ഭൂമിയിൽ മോദിക്കുന്നവൻ അല്ലെങ്കിൽ ഭൂമിയിൽ രമിക്കുന്നവൻ എന്നർത്ഥം. 590 കുവലേശയ, അതായത് കുവലം എന്നാൽ ജലം, അപ്പോ കുവലേശയ കുവലത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ ശയിക്കുന്നവൻ എന്നർത്ഥം. ഇനി മറ്റൊരർത്ഥത്തിൽ കുവല എന്നാൽ സർപ്പത്തിന്റെ ഉദരം എന്നർത്ഥമുണ്ട്. സർപ്പത്തിന്റെ ഉദരത്തിന്മേൽ ശയിക്കുന്നവൻ എന്നും പറയാം. ആദിശേഷന്റെ ശരീരത്തിൽ ശയിക്കുന്നവൻ എന്നും നമുക്ക് പറയാം. അപ്പൊ കുവലേശയ എന്നാൽ കാരണജലത്തിൽ, കുവലം എന്നാൽ ജലം, അത് കാരണജലത്തിൽ ശയിക്കുന്നവൻ എന്നും, ആദിശേഷന്റെ ഉടലിൽ ശയിക്കുന്നവൻ, ഉദരത്തിന്മേൽ ശയിക്കുന്നവൻ എന്നും പറയാം. 591 ഗോഹിതഹ, ഗൗ എന്നാൽ ഭൂമി, പശുക്കൾ എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഗോഹിത എന്നാൽ ഗോക്കൾക്ക് ഹിതകാരിയായവൻ എന്നർത്ഥം. അതായത് പശുക്കളെ സംരക്ഷിച്ചവൻ, അവരെ പരിപാലിക്കുന്നവൻ, അവർക്ക് ഹിതം ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ഇവിടെ എടുക്കാം. 592 ഗോപതിഹി, അതായത് പശുക്കളുടെ പതിയെന്നും ഭൂമിയുടെ പതിയെന്നും പറയാം. 593 ഗോപ്ത, ഗോപ്ത എന്നാൽ ജഗത്തിന്റെ സംരക്ഷകൻ എന്നർത്ഥം. ഗോപ്ത എന്നാൽ ജഗത്തിന്റെ രക്ഷകൻ എന്നും, മറ്റൊരർത്ഥത്തിൽ തൻ്റെ തന്നെ മായാശക്തി കൊണ്ട് തന്നെ തന്നെ മറച്ചു പിടിച്ചവൻ എന്നർത്ഥം. മായയിൽപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണല്ലോ ഭഗവാന്റെ യഥാർത്ഥ സത്യത്തെ നമുക്ക് അറിയാൻ സാധിക്കാത്തത്. അപ്പോ തൻ്റെ തന്നെ മായ കൊണ്ട് തന്നെ തന്നെ മറച്ചു വെച്ചവൻ എന്ന അർത്ഥം ഗോപ്ത എന്നാൽ. 594 നാമം വൃഷഭാക്ഷ, സകല കാമങ്ങളെയും വർഷിക്കുന്ന കണ്ണുകളോട് കൂടിയവൻ എന്ന. വൃഷഭാക്ഷ, അതായത് ഭഗവാന്റെ ആ കണ്ണുകളുടെ ആ കടക്കൺ നോട്ടം, ആ കണ്ണുകളിൽ നിന്നും വരുന്ന അനുഗ്രഹം കൊണ്ട് ഭക്തന്റെ സകല കാമങ്ങളും സാധിക്കുന്നു. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന, അതെല്ലാം വർഷിക്കുന്ന കണ്ണുകളോട് കൂടിയവൻ, അതാണ് വൃഷഭാക്ഷ എന്ന നാമത്തിനർത്ഥം. 595 വൃഷപ്രിയ, വൃഷം എന്നാൽ ധർമ്മം, ധർമ്മം പ്രിയമായിരിക്കുന്നവൻ എന്നർത്ഥം. അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവഃ ശ്രീവത്സവക്ഷഃ ശ്രീവാസഃ ശ്രീപതിഃ ശ്രീമദാംബരഃ. ഭഗവാന്റെ 596 നാമം അനിവർത്തി. 597 നിവൃത്താത്മാ, 598 സംക്ഷേപ്ത, 599 ക്ഷേമകൃത്, 600 ശിവഃ, 601 ശ്രീവത്സവക്ഷഃ, 602 ശ്രീവാസഃ, 603 ശ്രീപതിഃ, 604 ശ്രീമദാംബരഃ. ഭഗവാന്റെ 596 നാമം അനിവർത്തിഹി, അതായത് ദേവാസുര യുദ്ധത്തിൽ നിന്നും പിന്മാറാതിരിക്കുന്നവൻ എന്നും ധർമ്മത്തിൽ നിന്നും പിന്മാറാത്തവൻ എന്നും രണ്ടർത്ഥത്തിൽ പറയാം. അനിവർത്തി, ഭഗവാൻ ഒരിക്കലും ഒന്നിൽ നിന്നും പിന്മാറാത്തവനാണ്. അപ്പൊ ദേവാസുര യുദ്ധമൊക്കെ നടക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ, അതല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്നൊന്നും പിന്മാറി നിൽക്കുന്നവനല്ല. അതുപോലെ ധർമ്മത്തിൽ നിന്നും പിന്മാറുന്നവനല്ല, അങ്ങനെ മാറാതെ നിൽക്കുന്നവൻ, അതാണ് അനിവർത്തി എന്ന നാമത്തിനർത്ഥം. 597 നിവൃത്താത്മാ, അതായത് വിഷയങ്ങളിൽ നിന്നും, ഭൗതികമായ സകല വിഷയങ്ങളിൽ നിന്നും നിവൃത്തമായ, പിന്മാറിയ ആത്മാവായിരിക്കുന്നവൻ, ജീവാത്മസ്വരൂപമായിരിക്കുന്നവൻ, ഭൗതികമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്മാറിയ ആത്മാവായിരിക്കുന്നവൻ എന്നർത്ഥം. 598 സംക്ഷേപ്ത, അതായത് വിസ്തൃതമായ ഈ ജഗത്തിനെ സംക്ഷിപ്ത രൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നവൻ, അതാണ് സംക്ഷേപ്ത എന്ന നാമത്തിനർത്ഥം. അപ്പൊ വിസ്തൃതമായ ഈ രൂപത്തിനെ, ഈ ജഗത്തിനെ പൂർണ്ണമായും അതിൻ്റെ ഭഗവാന്റെ ആ പ്രളയകാലത്ത് മുഴുവൻ ജഗത്തിനെയും ഭഗവാൻ തൻ്റെ ഉദരത്തിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ സംക്ഷിപ്ത രൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥം. 599 ക്ഷേമകൃത്ത്, തന്നെ പ്രാപിക്കുന്ന ഒരുവന് ക്ഷേമം, അതായത് രക്ഷയെ നൽകുന്നവൻ എന്നർത്ഥം. ക്ഷേമകൃത്ത്.
600-ാമത്തെ നാമം ശിവഹ. ശിവ എന്നാൽ മംഗളസ്വരൂപൻ എന്നർത്ഥം. തൻ്റെ നാമസ്മരണം ഒന്നുകൊണ്ട് തന്നെ എല്ലാവരെയും പരിശുദ്ധരാക്കി മാറ്റുന്നവൻ, പരിശുദ്ധരാക്കി തീർക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ശിവഹ എന്നാൽ മംഗളസ്വരൂപൻ എന്നർത്ഥം. ആ ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് തന്നെ ഭക്തനെ പരിശുദ്ധനാക്കി തീർക്കുന്നവൻ എന്നർത്ഥം. 601 ശ്രീവത്സ വക്ഷഹ. ശ്രീവത്സം എന്ന മറുക് വക്ഷസ്സിൽ അടയാളമാക്കിയവൻ എന്നർത്ഥം. 602 ശ്രീവാസഹ. ശ്രീ ലക്ഷ്മി ദേവി ഒരിക്കലും മാറാതെ ഭഗവാനിലാണ്, ഭഗവാന്റെ ആ വക്ഷസ്സിലാണ് വസിക്കുന്നത്. അപ്പൊ ഒരിക്കലും മാറാതെ വക്ഷസ്സിൽ ശ്രീ ഭഗവതി വസിക്കുന്നവൻ എന്നർത്ഥം. 603 ശ്രീപതിഹി. ശ്രീയുടെ, ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്നവൻ എന്നർത്ഥം. 604 ശ്രീമതാംബരഹ. ശ്രീമാന്മാരിൽ വെച്ച് പ്രധാനിയായവൻ എന്നർത്ഥം. ശ്രീധ, ശ്രീശ, ശ്രീനിവാസ, ശ്രീനിധി, ശ്രീവിഭാവന, ശ്രീധര, ശ്രീകര, ശ്രേയ, ശ്രീമാം ലോകത്രയാശ്രയഃ. ഭഗവാന്റെ 605-ാമത്തെ നാമം ശ്രീധ. 606 ശ്രീശ. 607 ശ്രീനിവാസ. 608 ശ്രീനിധി. 609 ശ്രീവിഭാവനഃ. 610 ശ്രീധര. 611 ശ്രീകര. 612 ശ്രേയ. 613 ശ്രീമാൻ. 614 ലോകത്രയാശ്രയഃ. 605-ാമത്തെ നാമം ശ്രീധ. ശ്രീധ എന്ന നാമത്തിനർത്ഥം ഭക്തന്മാർക്ക് ശ്രീയെ ദാനം ചെയ്യുന്നവൻ എന്ന. ശ്രീ എന്നാൽ ഐശ്വര്യം, സകല സൗഭാഗ്യവും. ഭക്തന്മാർക്ക് ആ ഐശ്വര്യത്തെ, ആ ശ്രീയെ ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. 606 ശ്രീശഹ. ശ്രീശഹ, ശ്രീയുടെ ഈശനായിരിക്കുന്നവൻ. ശ്രീയുടെ ദേവതയായ ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിടത്തിലാണ് വസിക്കുന്നത്. അപ്പോ ആ ശ്രീയുടെ ഈശ്വരനായിരിക്കുന്നവൻ എന്നർത്ഥം. 607 ശ്രീനിവാസഹ. ശ്രീമാന്മാരിൽ നിത്യവും നിവസിക്കുന്നവൻ, വസിക്കുന്നവൻ എന്നർത്ഥം. 608 ശ്രീനിധിഹി. സകല ശ്രീകളും നിദാനം ചെയ്തിരിക്കുന്നവൻ. നിദാനം ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെക്കുക എന്നർത്ഥം. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത്. അതാണ് ശ്രീനിധിഹി. ഭഗവാനാണ് അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അത് അനുയോജ്യമായവർക്ക് നൽകുന്നത്. അതാണ് ശ്രീനിധിഹി എന്ന നാമത്തിനർത്ഥം. 609 ശ്രീ വിഭാവനഃ. എല്ലാ പ്രാണികൾക്കും അവരുടെ കർമ്മത്തിനനുസരിച്ച് സർവ്വ ഐശ്വര്യങ്ങളെയും ദാനം ചെയ്യുന്നവൻ. അതാണ് ശ്രീ വിഭാവനഃ എന്ന നാമത്തിനർത്ഥം. 610 ശ്രീധരഃ. എല്ലാ പ്രാണികളുടെയും മാതാവായ ശ്രീയെ, ലക്ഷ്മി ദേവിയെ മാറിടത്തിൽ ധരിച്ചിരിക്കുന്നവൻ. അതാണ് ശ്രീധരഃ എന്ന നാമത്തിനർത്ഥം. 611 ശ്രീകരഃ. ഭക്തന്മാരെ ശ്രീയോട് കൂടിയവരാക്കി തീർക്കുന്നവൻ എന്നർത്ഥം. ആരാണോ ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തനായിരിക്കുന്നത് അവന് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്നു. അങ്ങനെ ഭക്തന്മാരെ ശ്രീയോട് കൂടിയവരാക്കി മാറ്റുന്നവൻ എന്നർത്ഥം. അതാണ് ശ്രീകരഃ എന്ന നാമത്തിനർത്ഥം. 612 ശ്രേയഃ. ഒരിക്കലും നശിക്കാത്ത സുഖത്തെ നൽകുന്ന ആ പരമശ്രേയസിന്റെ രൂപമായിരിക്കുന്നവൻ. അതാണ് ശ്രേയഃ. ഒരിക്കലും ഇല്ലാതാകാത്ത സുഖം ഉണ്ടല്ലോ, ആനന്ദം. ആ ആനന്ദം എന്ന് പറയുന്നത് ആ ഏറ്റവും പരമമായ ശ്രേയസിൽ എത്തുമ്പോഴാണ്. ആ ശ്രേയസിന്റെ രൂപമായിരിക്കുന്നവൻ. അതാണ് ശ്രേയഃ എന്ന നാമത്തിനർത്ഥം. 613 ശ്രീമാൻ. അതായത് ശ്രീകൾ ആരിലാണോ ഉള്ളത് അവൻ. അതാണ് ശ്രീമാൻ എന്ന നാമത്തിനർത്ഥം. അതായത് സർവ്വ ഐശ്വര്യങ്ങളും ആരിലാണോ കുടികൊള്ളുന്നത് അവനെയാണ് ശ്രീമാൻ എന്ന് വിളിക്കുന്നത്. 614 ലോകത്രയാശ്രയഃ. 3 ലോകങ്ങൾക്കും ആശ്രയമായിട്ടിരിക്കുന്നവൻ. അതാണ് ലോകത്രയാശ്രയഃ എന്ന നാമത്തിന് അർത്ഥം.